കേരളത്തിൽ പൊതുവായി പകർച്ചപ്പനികൾ പടരുകയാണ്. നമ്മുടെ നാടിന്റെ ആരോഗ്യരംഗം കേവലം ജീവനക്കാരുടെയും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും മാത്രം സഹകരണത്തിലും കരുത്തിലുമല്ല മുന്നോട്ട് പോയിരുന്നത്. സന്നദ്ധ പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ നാടിന്റെ ആരോഗ്യ ശുചിത്വ രംഗങ്ങളിൽ ഇഴചേർത്തുകൊണ്ടാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം മുൻകൈയിൽ വ്യത്യസ്തമാർന്ന നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. കേരളത്തിലാകെ അതിന് ഒരു വീഴ്ച പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഈ പകർച്ചപ്പനിയുടെ എല്ലാം ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം 3 പേരാണ് മരണപ്പെട്ടത്. കോട്ടപ്പുറം സ്വദേശി 40 വയസ്സുകാരനായ ബിബിൻ, അതുപോലെ തന്നെ ആറ്റാശ്ശേരി സ്വദേശി ജിജോ മോഹൻ, പൊമ്പ്രയിലുള്ള 62 വയസ്സുകാരി മറിയ എന്നിവർ മരണപ്പെട്ടു. നിരവധി പേർ പകർച്ചപ്പനിയുടെ ഭാഗമായി ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി MLA എന്ന നിലയിൽ കോൺടാക്ട് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാകട്ടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് ഒന്നും ചെയ്തില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. മാത്രവുമല്ല, പനി വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സന്നദ്ധ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നല്ല നിലയിൽ സഹകരിക്കുന്ന വളണ്ടിയർമാരെയും ഒന്നും ഏകോപിപ്പിക്കാനോ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനോ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞതുമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ തൊട്ടടുത്ത ജില്ല നമ്മുടേത് പാലക്കാടും തൊട്ടടുത്ത പ്രദേശം മലപ്പുറം ജില്ലയുടെ ഭാഗമാണെങ്കിൽ പോലും പെരിന്തൽമണ്ണയിലെ EMS സഹകരണ ആശുപത്രിയുടെ മുൻകൈയിലും നേതൃത്വത്തിലും ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച ഒരു സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. MLA എന്ന നിലയിൽ മുൻകൈയെടുത്താണ് പ്രസ്തുത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അതിനു മുകളിലുള്ള ഹാളിലാണ് ക്യാമ്പ് നടത്തുന്നതിന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ വീണ്ടെടുക്കുന്നതിന് നിശ്ചയമായും ഈ ക്യാമ്പിന്റെ ഭാഗമായി കൂടി നടത്തുന്ന ഇടപെടലുകൾ അത് സഹായിക്കും എന്ന പ്രതീക്ഷ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുന്നു.